നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ആദ്യമായി സംവിധാന കുപ്പായമണിയുന്ന ഒരു ചിത്രമാണ് ബറോസ്. അത് 3D ചിത്രം കൂടിയാണ്. ഇന്ന് രാവിലെ 9:30 മണിക്ക് എറണാകുളം കവിതാ തിയേറ്ററിൽ നിന്നും ഞാൻ ആ ചിത്രം കാണുകയുണ്ടായി. അതിലെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നൂറുകണക്കിന് ചിത്രങ്ങളിൽ നായകനായി എത്തി അഭിനയം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാൽ സംവിധായകന്റെ മേലങ്കി അണിയുന്ന ആദ്യ സംരംഭം കൂടിയാണിത്. ഇക്കാലമത്രയും മോഹൻലാൽ നേടിയെടുത്ത അറിവും പരിചയവുമൊക്കെ ഈ ചിത്രത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. ക്യാമറ കൊണ്ട് ദൃശ്യവിസ്മയം തീർക്കുന്ന സന്തോഷ് ശിവനും ക്രിയേറ്റീവ് ഹെഡായിട്ട് TK രാജീവ് കുമാറും ബറോസിന് വേണ്ടി കഥ രചിച്ച ജിജോയും അങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു വൻ കൂട്ടായ്മയാണ് ഈ ചിത്രം. ഒരു സാങ്കല്പിക സ്വപ്ന സഞ്ചാരത്തിലൂടെയാണ് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ രാവിലെ കണ്ട ഷോയ്ക്ക് സ്ത്രീകളും കുട്ടികളുമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. കുട്ടികൾക്കെല്ലാം ഈ ചിത്രം വളരെ ഇഷ്ടപ്പെട്ടതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതവും അയാളോടൊപ്പമുള്ള ഡൂഡു എന്ന ഒരു മാന്ത്രിക പാവയും ഒപ്പം കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുമൊക്കെയാണ് ഈ അത്ഭുത ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാങ്കേതിക മികവ് തന്നെയാണ്. സാങ്കേതിക മികവിന്റെ മുന്നിൽ മോഹൻലാൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. മോഹൻലാൽ ഈ ചിത്രത്തിന്റെ സംവിധായകനും നായകനും മാത്രമല്ല, ഈ ചിത്രത്തിന് വേണ്ടി 2 പാട്ടുകളും മോഹൻലാൽ പാടിയിട്ടുണ്ട്. ഇസബെല്ല ഇസബെല്ല എന്ന് തുടങ്ങുന്ന ഒരു സോളോയും മനമേ മാനമേ എന്ന് തുടങ്ങുന്ന ഒരു ഡുവൈറ്റിലും മോഹൻലാൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഫാന്റസി സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ലോകോത്തര നിലവാരത്തിൽ ഹോളിവുഡ് സ്റ്റാൻഡേർഡിൽ ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രത്തിലെ 3D എഫക്ട്സുകൾ വളരെ സന്ദർഭോചിതവും നല്ല നിലവാരം പുലർത്തുന്നവയുമാണ്. സ്നേഹവും കരുതലും കൊണ്ട് കുട്ടികളുടെ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു സന്ദേശം കൂടി ഈ സിനിമയിലുണ്ട്. ഇതിലെ സംഘട്ടന രംഗങ്ങളെല്ലാം സാധാരണ സിനിമയിൽ നിന്നും തികച്ചും വ്യത്യസ്തവുമാണ്. സിനിമയുടെ 2ാം പകുതിയാണ് ആദ്യ പകുതിയെ അപേക്ഷിച്ച് മികവുറ്റത്. കുറെ നാളുകൾക്ക് ശേഷം കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ബറോസ്. കുട്ടികൾ ഈ ചിത്രം ആസ്വദിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും കുട്ടികൾക്കുള്ള ഒരു ക്രിസ്മസ് വിരുന്നാണ് ഈ സിനിമ. മനസ്സിൽ തറക്കുന്ന ഒരു ഡയലോഗ് നിധി കാക്കുന്ന ഭൂതം ഈ സിനിമയിൽ പറയുന്നുണ്ട്. മറ്റൊരാളെ ഓർത്ത് കണ്ണീര് തൂകുന്നതിലും വലിയൊരു നിധി ഈ ലോകത്തിലില്ല എന്നതാണ്. ഈ ചിത്രത്തിൽ അവസാനം നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടിയുണ്ട്. മലയാളികളെ എന്നും ത്രസിപ്പിച്ചിട്ടുള്ള വിസ്മയിപ്പിച്ചിട്ടുള്ള ഈ മഹാനടൻ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ടത് മലയാളികളായ നമ്മുടെ എല്ലാം കടമയല്ലേ? മോഹൻലാലിന്റെ ഈ ഉദ്യമത്തിന് എല്ലാ നന്മകളും നേരുന്നു, എല്ലാ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.